പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ഞാൻ ബുധനെ നമസ്കരിക്കുന്നു. സൗമ്യനും വളരെ സൗമ്യനായ സൗമ്യ ഗുണോപേതങ്ങൾ, നല്ല സൗമ്യങ്ങളായ ഗുണങ്ങളോടുകൂടിയ ആ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു സാധനം. പ്രിയമുള്ള പ്രേക്ഷകരെ, സ്വന്തം ക്ഷേത്രത്തിൽ നിന്നും മിഥുനത്തിൽ നിന്നും ബുധനിത തൻ്റെ ശത്രുക്ഷേത്രമായ കർക്കിടക രാശിയിലേക്ക് വന്നിരിക്കുന്നു. കേവലം 12 ദിനങ്ങൾ മാത്രമാണ് ബുധൻ കർക്കിടകത്തിലുണ്ടാവുക. പക്ഷേ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ്. അതിനാൽ ബുധനെ കൊണ്ട് ധാരാളം നന്മകൾ, അത് ഗുണമാണോ ദോഷമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഈ ഒരു വീഡിയോകൾ എന്ന് ഞാൻ പറയട്ടെ. മേടൻ രാശി മുതൽ 12 രാശിയിലേക്കുള്ള ബുധൻ്റെ ചാരവശാലുള്ള സഞ്ചാരം ഓരോ രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. കേവലം 12 ദിവസങ്ങളാണ് ഞാൻ പറഞ്ഞു ബുധൻ കർക്കിടക രാശിയിൽ നിൽക്കുന്നു. പിന്നീട് ഇതേ ബുധൻ വക്രിയായി വീണ്ടും തൻ്റെ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിലേക്ക് വരുന്നുമുണ്ട്. അത് വളരെ ഗുണമായിരിക്കും. വക്രനസ്തു മഹാവീര്യാഹ, ഒരു ഗ്രഹം വക്രിയായി വരുമ്പോൾ അത് വളരെയധികം വീര്യത്തെ പ്രദാനം ചെയ്യപ്പെടുമെന്ന് പറയുന്നു. ജൂൺ 22 കർക്കിടകത്തിൽ പ്രവേശിക്കുന്ന ബുധൻ ജൂലൈ മാസം 7-ാം തീയതി തിരിച്ച് വക്രിയായി മിഥുനത്തിലേക്ക് പോകുന്നു. ഈ വക്രിയായ ബുധൻ വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏതായാലും ഈ കർക്കിടക രാശിയിൽ നിൽക്കുന്ന ബുധൻ എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യും ഓരോ രാശിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക. ഇവിടെ വളരെ നല്ലൊരു ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. ബുധന് ശുഭയോഗങ്ങളാണ്, ഒരു അമലായ യോഗമാണ് ലഗ്നാൽ. എല്ലാ ശുഭഗ്രഹങ്ങളും ബുധനും വ്യാഴവും ശുക്രനും 3 ശുഭഗ്രഹങ്ങളും 10-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ കർമ്മമേഖലയിൽ തുലാം രാശിക്കാരെ സംബന്ധിച്ചുള്ള വളരെ അനുകൂലമാണ്. പൂർവികമായ സ്വത്ത് ലഭിക്കും. പലപ്പോഴും പിതാവിൻ്റെ ബാധ്യതകൾ വ്യാപാര വിഷയത്തിൽ ഏറ്റെടുക്കും. അച്ഛൻ്റെ കച്ചവടം, അച്ഛൻ്റെ വ്യാപാരം, അച്ഛൻ ചെയ്യുന്ന ബിസിനസ് തനിക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്രകാരം ധാരാളം അധികാരങ്ങളും സ്ഥാനമാനങ്ങളും ലഭിക്കും. ആർക്ക്? തുലാം രാശിക്കാർ. ഭാഗ്യാധിപൻ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു. സൗമ്യ പദ്ധതി മണ്ഡപ അമരഗൃഹാദ്യ ഉൽപ്പാദനം. ഇപ്പോൾ ഇവിടെ പലർക്കും ദേവാലയങ്ങൾ, ധർമ്മദൈവങ്ങളുമായി ബന്ധപ്പെടുന്ന സങ്കേതങ്ങളിൽ ഒക്കെ ഇറങ്ങിച്ചെന്ന് അതിനെ പൂർണ്ണത വരുത്താം. അതുമാത്രമല്ല, ധാരാളം പദവികൾ ലഭിക്കും. അനാഥാലയം, മന്ദിരം, ട്രസ്റ്റ് മുതലായവയുടെ പദവികൾ തനിക്ക് ലഭിക്കുക. ദേവാലയം സൃഷ്ടിക്കുവാനുള്ള, നിർമ്മിക്കുവാനുള്ള മഹാഭാഗ്യം ലഭിക്കും. ഒരു ദേവാലയം ഉണ്ടാക്കുക എന്നാൽ, സൃഷ്ടിക്കുക, അതിൻ്റെ ഭാഗഭാക്കാകുക എന്നാൽ ഒരു ജന്മത്തിൽ കിട്ടുന്ന അത്യപൂർവമായ ഒരു പുണ്യമാണ്. ആ പുണ്യത്തിൻ്റെ ഭാഗഭാക്കാകാൻ ഈ ഒരു ദിനങ്ങൾ ബുധൻ തുലാം രാശിക്കാർക്ക് എന്ത് ചെയ്യും? ആവശ്യത്തിന് അതിനു വേണ്ടുന്ന സാഹചര്യങ്ങൾ, ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതാണ്. അതിനുവേണ്ടി ഉത്സാഹിക്കുക. ധർമ്മേ സുധ അർത്ഥ സുഖഭാഗ്. സുധ അർത്ഥ സുഖം, സുഖവും ധനവും ശ്രുതം ശാസ്ത്രവും അറിയുമെന്നാണ്. പല കാര്യങ്ങളിലും പ്രാഗൽഭ്യം തെളിയിക്കുവാനുള്ള അവസരം വരും. പലർക്കും കണ്ടുപിടുത്തങ്ങൾ, ഇൻവെൻഷൻസ്, പല കണ്ടുപിടുത്തങ്ങളും ഗവേഷകർക്ക് ഏറ്റവും നല്ല സമയമാണ്. തങ്ങളുടെ പദ്ധതികൾ വെളിച്ചത്ത് വരുവാനുള്ള വലിയൊരു കഴിവ് ഈ സമയത്ത് വരും. ഭാഗ്യാധിപനാണ്. ഭാഗ്യാധിപൻ ഏത് ഭാവത്തിൽ നിന്നാലും വളരെ നല്ലതാണ്. അതിനാൽ കർമ്മസംബന്ധമായ ഒരു പുഷ്ടി ഉണ്ടാവുക, ഭൂമി ലഭിക്കുക, ഇതിനൊക്കെ വളരെ നല്ലതാണ്. മിതം സമ്പദേത് നോ മിതം സംലഭ്യേത. ഇച്ചിരി സംസാരിക്കും, ധാരാളം ലഭിക്കും. ഇതാണ് ബുധൻ്റെ പ്രത്യേകത. പ്രസാദേതരാബാദ്യ സൗരാജ്യവൃത്തി. ബുധയെ കർമ്മകോ പൂജനീയോ വിശേഷാൽ. തൻ്റെ കർമ്മമേഖലയിൽ കർമ്മത്തിൽ നിൽക്കുന്ന ബുധൻ വിശേഷാൽ പൂജിക്കപ്പെടും. ഒരു വ്യക്തിയെ വിശേഷിച്ച് പൂജിക്കും. പിതു സമ്പദ. പിതാവിൻ്റെ പൈതൃകമായ ധനം ലഭിക്കും, ഭൂമി ലഭിക്കാം, അച്ഛൻ്റെ അവകാശങ്ങൾ തനിക്ക് ലഭിക്കാം. നീതി ദണ്ഡാധികാരാ. തനിക്ക് നീതിയും ദണ്ഡം, ശിക്ഷയും നടപ്പിലാക്കാനുള്ള അധികാരവും ലഭിക്കും. വക്കീലന്മാർക്കും മജിസ്ട്രേറ്റുകൾക്ക് ഒക്കെ പല കാര്യങ്ങളിലും തീരുമാനിക്കാനും അല്ലെങ്കിൽ വക്കീലന്മാർക്ക് കേസ് ജയിക്കുവാനുമൊക്കെ ഈ സമയം വളരെ ഉപകാരപ്പെടുമെന്നറിയുക. നിർബന്ധമായും കർമ്മതടസ്സം ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാടായി ചെയ്യുക. നമസ്തേ.